ഹലോ. അപ്പോൾ ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഒഡീഷയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോറൊക്കെ ലോക്ക് ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ രാവിലെ 5 മണിക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ 5 മണിക്ക് ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു ഭുവനേശ്വറിലേക്ക് പോകാൻ. അപ്പോൾ രാവിലെ ഒരു 9 മണി 9:15 ആകുമ്പോഴായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് അവിടെ എത്താമല്ലോ. അപ്പോൾ 2-2.5 മണിക്കൂർ വേണം നമ്മളെ സ്ഥലത്തു നിന്ന് ഭുവനേശ്വറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയപ്പോൾ ഞാൻ ഉടനെ ഒരു വീഡിയോ എടുത്തു കേട്ടോ. കാരണം ഇനി നമ്മൾ ഇങ്ങോട്ടൊരു തിരിച്ച് വരവില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സ്പ്രിംഗ് വില്ലായിട്ട് കുറച്ച് അധികം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് വിട്ട് പോരുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ വീട് വിട്ടിട്ട് ഇനിയിപ്പോൾ ഇത് വാടക വീടായാലും ഫ്ലാറ്റായാലും എവിടെയായാലും കുഴപ്പമില്ല. അവിടെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ അത് വിട്ട് പോരുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അത് തന്നെയാണ് എനിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ ഇൻ ഔട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ സ്പ്രിംഗ് വില്ല ഹോംസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബോർഡ്, അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ വീട്ടിലേക്കാണല്ലോ വരുന്നത്, വീട്ടുകാരൊക്കെ കാണാം, നാട്ടുകാരൊക്കെ കാണാം. അതാലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 5:30 എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെളിച്ചമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയിൽ എടുക്കുമ്പോൾ അതാ ഒരാൾ നോക്കി ചിരിക്കുന്നത്. ഒക്കെ എപ്പോൾ ക്യാമറ കണ്ടാലും ചിരി വരും. അപ്പോൾ ആദ്യം ഉറക്കത്തിലാണ് ഉള്ളത്, എന്നാലും ചിരിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇടയിൽ വെച്ച് നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തി. വൻ ദുരന്തം ചായയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇത് മഹാനദിയാണെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അരുണേട്ടൻ കാണിച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്തു. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ മഹാനദിന്ന്. ഇപ്പം അതൊന്നും ഓർമ്മയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഏതോ ഒരു ഉണക്കപ്പാട്ട് ആ ഡ്രൈവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പോയി. അവസാനം നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് വേഗം ഇറങ്ങി. പിന്നെ ലഗേജൊക്കെ ഉന്തിത്തള്ളി നമ്മൾ അകത്തൊക്കെ കയറി സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ്. പിന്നെ നമ്മൾ അൻവിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൊടുക്കാൻ നോക്കിയോളൂ. കുറച്ച് കഴിച്ചു, കുറച്ച് കഴിച്ചില്ല. നമ്മൾ ഇഡ്ഡലിയും ചട്നി സാമ്പാറൊക്കെ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു തട്ടുകട പോലത്തെ സംഭവത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടാണ്. സാധാരണ ഫ്ലൈറ്റിൽ ബസ്സിൽ പോയിട്ട് സ്റ്റെയറിലല്ലേ കയറണ്ടേ. പക്ഷേ ഇതെങ്ങനെയല്ല കേട്ടോ. ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ കയറിപ്പോണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു. പിന്നെ എനിക്ക് അങ്ങനെ ഫോൺ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അവളെ കുറച്ച് ശാന്തമാക്കണമെങ്കിൽ നമ്മൾ കാർട്ടൂണോ എന്തെങ്കിലും കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവളുടെ കയ്യിൽ തന്നെയായിരുന്നു ഫോൺ. അതിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവളോട് ഗുസ്തി കൂടി നമ്മുടെ ബാംഗ്ലൂരെത്തിയപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി. നമ്മളെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തെത്തിയല്ലോ. അങ്ങനെ ബാംഗ്ലൂരെത്തി. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം നമുക്ക് ലഗേജ് ഉണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ വേഗം ഉന്തിത്തള്ളി ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മളൊരു ക്യാബ് പിടിച്ചു. നേരെ വന്നു അന്നേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക്. അപ്പം അങ്ങോട്ടൊക്കെ വന്നു. ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു. പിന്നെ ബാംഗ്ലൂരിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, സൂഫി മന്തി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് മന്തി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മാസത്തിന് ശേഷമാണ് മന്തി കഴിക്കുന്നത്. പിന്നെ ഒരു ലൈമും കുടിച്ചു കേട്ടോ. കാരണം ഒഡീഷയിലൊന്നും മന്തി ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് മന്തി കഴിച്ചപ്പോൾ ഒരു സന്തോഷമായി. അതിനുശേഷം നമ്മൾ നേരെ വിടുകയാണ് കേട്ടോ. എങ്ങോട്ടാണ്? നമ്മളെ നാട്ടിലേക്ക്. അപ്പോൾ അരുണേട്ടൻ്റെ ഫ്രണ്ട് കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മളും ഒരുമിച്ച് വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടു മൈസൂരിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായയും ബജ്ജിയൊക്കെ കഴിച്ചു. അത് വൻ ദുരന്തമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ സംസാരിച്ചു, കുറേ ഉറങ്ങി. അങ്ങനെ വന്ന് നമ്മൾ കൂർഗിലെത്തിയിട്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡിന്നർ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. ആ സമയത്ത് അന്വിക്കുട്ടി കരഞ്ഞു. അവൾ കാർട്ടൂൺ നോക്കി. അപ്പോൾ അതെടുത്തില്ല. അങ്ങനെ നമ്മൾ രാത്രി വീട്ടിലെത്തി. അപ്പോൾ നമ്മളെ കുറച്ച് മന്തി പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ജേണി.